നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കയിലെ ടെക്സസിൽ സംഭവിച്ചിരിക്കുന്ന ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം 100 കവിഞ്ഞിരിക്കുകയാണ്. 104 എന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ. മാത്രമല്ല, അതിദാരുണമായിട്ടുള്ള ദുരന്തം ബാക്കി വെച്ചിട്ടുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വന്നിരിക്കുന്നത്. അവിടെ മരണപ്പെട്ടിട്ടുള്ള അവരുടെ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ തന്നെയാണ് അവിടെ കിടക്കുന്നത്. ഇതൊക്കെ തന്നെ ആരുടെയും കണ്ണ് നനയിപ്പിക്കുന്ന കാഴ്ചയാണ്. രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ഇനിയും മരണസംഖ്യ ഉയരുമെന്നുള്ള ഭയമാണ് എല്ലാവരിലും ഉയർത്തുന്നത്. മരിച്ചവരുടെ എണ്ണം 104 ഉയർന്നിരിക്കുകയാണ്. ഇപ്പോൾ ഭരണകൂടത്തിനെതിരെയും വലിയ വിമർശനങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പുകളൊന്നും തന്നെ തരാൻ ഭരണകൂടത്തിന് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അധികൃതർക്ക് സാധിച്ചില്ല എന്നുള്ള വിമർശനവും ഉയരുകയാണ്. ഏതായാലും ദാരുണമായിട്ടുള്ള വാർത്തയാണ്. ഓരോ ദിവസം കഴിയും തോറും അവിടെ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. 100 കവിഞ്ഞിരിക്കുകയാണ്. 104 മരണസംഖ്യ എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വരുന്നത്. അതിൽ മരിച്ചവരിൽ 28 പേർ കുട്ടികളാണ്. കെർകൌഡിയിൽ ഗ്വാഡലോപ്പ് നദിക്കരയിലെ സമ്മർ ക്യാമ്പിൽ നിന്ന് കാണാതായ 10 കുട്ടികളെയും ഒരു കൗൺസിലറെയും അടക്കം ഇതുവരെയായിട്ടും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. ഇപ്പോഴും അവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ രക്ഷാദൗത്യ സംഘം അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവരടക്കം ഒഴുക്കിൽപ്പെട്ട 41 പേർക്കായിട്ട് അവിടെ തെരച്ചിൽ തുടരുകയാണ്. ഇനിയും ആളുകളെ കാണാതായിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ കണക്കുകളില്ല. ഇത് ഏകദേശം ഒരു കണക്കാണ്. 41 പേരവിടെ കാണാതായിട്ടുണ്ട്. അവർക്കായിട്ടുള്ള തിരച്ചിൽ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രളയബാധിത മേഖല US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സന്ദർശിച്ചേക്കുമെന്നാണ് വിവരം. ശക്തമായ മഴയ്ക്ക് പിന്നാലെ വെള്ളിയാഴ്ച പുലർച്ചെയാണ് മധ്യ ടെക്സസിൽ പ്രളയമുണ്ടായത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കുമെന്നാണ് അധികൃതർ അറിയിക്കുന്നത്. പ്രദേശത്ത് കനത്ത മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായേക്കുമെന്നും കാലാവസ്ഥാ വകുപ്പ് വീണ്ടും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സമീപത്തുള്ള ആളുകളെയൊക്കെ തന്നെ ഒഴിപ്പിച്ചിട്ടുണ്ട്. ഇനിയും മരണസംഖ്യ ഉയരാനുള്ള എല്ലാ സാധ്യതകളും അവിടെ തടഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ആളുകളുടെ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള നിർദ്ദേശങ്ങളും അധികൃതർ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവിടെ സൈന്യത്തിന്റെ ഡ്രോണുകളും വിമാനങ്ങളും ഉപയോഗിച്ചാണ് പ്രധാനമായും തെരച്ചിൽ നടത്തുന്നത്. ഇതുവരെ 850-ലധികം പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ശക്തമായ മഴയ്ക്ക് പിന്നാലെയാണ് ഗ്വാഡലോപ്പ് നദി അപ്രതീക്ഷിതമായി കരകവിഞ്ഞതാണ് ദുരന്തത്തിന്റെ ആക്കം കൂട്ടിയത്. 1000-ലധികം പേരെ മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു. മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി വീടുകളും മരങ്ങളും വാഹനങ്ങളും വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചുപോയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ടെന്നാണ് അധികൃതരുടെ മുന്നറിയിപ്പ്. അമേരിക്കൻ സംസ്ഥാനമായ ടെക്സസിൽ മിന്നൽ പ്രളയത്തിൽ ബാക്കിയായത് ഹൃദയഭേദകമായിട്ടുള്ള ദൃശ്യങ്ങളാണ്. അവിടെ നിന്ന് വരുന്ന ദൃശ്യങ്ങളടക്കം തന്നെ വളരെ എല്ലാവരുടെയും കണ്ണു നനയിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. ഗ്വാഡലോപ്പ് നദി കരകവിഞ്ഞൊഴുകിയതാണ് അപകടത്തിന്റെ കാരണം. കെർകൌണ്ടിയിലാണ് ഏറ്റവും അധികം മരണങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. നദീതീരത്ത് നടന്ന പെൺകുട്ടികളുടെ ക്യാമ്പാണ് വെള്ളപ്പൊക്കത്തിൽ പ്രധാനമായി മുങ്ങിപ്പോയത്. ഇതിൽ 28 കുട്ടികൾ മരണപ്പെട്ടു. ഇതിൽ 10ഓളം വരുന്ന പെൺകുട്ടികളെയും ഒരു കൗൺസിലറെയും ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. അവർക്കായിട്ടുള്ള തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വെള്ളം കുത്തനെ ഒഴുകുന്നതിനാൽ രക്ഷാപ്രവർത്തനവും ഏറെ ദുഷ്കരമാണ്. മാത്രമല്ല, മേഖലയിൽ ഇപ്പോഴും മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാലാവസ്ഥയും ഒരു വില്ലനായി നിൽക്കുന്നതിനാൽ തന്നെ അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ടെങ്കിലും അത് ഏറെ ദുഷ്കരമാണെന്നാണ് അധികൃതരടക്കം തന്നെ മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ഏതായാലും നിലവിൽ അവിടെ പ്രദേശത്ത് തെരച്ചിൽ തുടരുകയാണ്. ഒരു മൃതദേഹം കണ്ടെത്തിയത് 8 മുതൽ 10 അടി വരെ ഉയരമുള്ള ഒരു മരത്തിലായിരുന്നു. ചുറ്റും വളരെയധികം അവശിഷ്ടങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് പോലും അത് കാണാൻ കഴിഞ്ഞില്ല എന്നാണ് തെരച്ചിൽ പങ്കാളിയായിട്ടുള്ള സന്നദ്ധ പ്രവർത്തകന്റെ അപകടത്തിന്റെ ഒരു ബാക്കി പത്രത്തെ പറ്റിയുള്ള വിവരണം. അതായത് വലിയ ഉയരത്തിൽ 8 മുതൽ 10 അടി വരെ ഉയരത്തിലാണ് ഒരു മൃതദേഹം അത് തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം നടത്തുന്ന ആർക്കും തന്നെ അത് കണ്ടു നിൽക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള കാഴ്ചയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. മറ്റുള്ള കാണാതായവർക്കായി അധികൃതർ തിരച്ചിൽ ശക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ എത്രയൊക്കെ പേരെ കിട്ടുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അവിടെ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയം പ്രധാനമായിട്ടും അവിടെ ഉയരുന്ന വിമർശനം എന്ന് പറയുന്നത് പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് ലഭിച്ചിരുന്നില്ല എന്നാണ് പ്രാദേശിക അധികൃതരടക്കം പറയുന്നത്. ഗ്വാഡലോപ്പ് നദി കരകവിഞ്ഞൊഴുകിയ കെർകൌണ്ടിയിൽ മാത്രം ആ ഒരു പ്രദേശത്ത് മാത്രം 84 പേർ മരിച്ചിട്ടുണ്ട്. ഇവരിൽ മുതിർന്നവരും കുട്ടികളടക്കം ഉൾപ്പെട്ടിട്ടുണ്ട്.
ഇതിൽ കുട്ടികളുടെയൊക്കെ തന്നെ മൃതദേഹം തിരിച്ചറിയാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. പ്രളയമുണ്ടായി 4 ദിവസം പിന്നിട്ടതിനാൽ കൂടുതൽ പേരെ ജീവനോടെ കണ്ടെത്താനുള്ള സാധ്യത മങ്ങിയെന്നാണ് രക്ഷാപ്രവർത്തകർ പറയുന്നത്. എങ്കിലും 100% പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്. ഒരാളെയെങ്കിലും ജീവനോടെ കണ്ടെത്താൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന അധികൃതർ നൽകുന്നുണ്ട്. ഗോഡാലൂപ്പ് നദീതീരത്ത് ഹെലികോപ്റ്ററുകളും നിരീക്ഷണ വിമാനങ്ങളും ഉപയോഗിച്ചാണ് അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നത്. മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് അധികൃതർ നൽകുന്ന സൂചന. അതിനിടയിൽ നിന്നാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ, വളരെ നെഞ്ചുലയ്ക്കുന്ന ദൃശ്യങ്ങൾ അവിടെ നിന്ന് പുറത്തു വരുന്നത്. ജൂലൈ 4 വെള്ളിയാഴ്ചയാണ് ടെക്സസിൽ മിന്നൽ പ്രളയമുണ്ടായത്. അതിനു മുൻപ് അവിടെ പ്രളയ സാധ്യതയെക്കുറിച്ചിട്ടുള്ള യാതൊരു മുന്നറിയിപ്പും ആർക്കും ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. പുലർച്ചെ ആരംഭിച്ച മഴ കനത്തതോടെയാണ് പെട്ടെന്ന് നദിയിൽ 45 മിനിറ്റിനുള്ളിൽ ജലനിരപ്പ് 26 അടിയായി ഉയരുകയായിരുന്നു. പിന്നീട് അത് പ്രളയമായി മാറുകയായിരുന്നു. 45 മിനിറ്റിനുള്ളിൽ തന്നെ അവിടെ നിന്ന് മാറുവാനായിട്ട് ആ ഭാഗത്തുണ്ടായിരുന്ന ആളുകളെ കൊണ്ട് സാധിച്ചില്ല. അതാണ് മരണസംഖ്യ ഉയർന്നത്. നിരവധി വീടുകളും വാഹനങ്ങളൊക്കെ തന്നെ പ്രളയത്തിൽ ഒലിച്ചുപോയി. അവിടെ അവശിഷ്ടങ്ങളായിട്ട് ഒന്നും തന്നെയില്ല. 850ഓളം പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഏതായാലും ഇതുവരെയായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവിടെ സന്ദർശിച്ചിട്ടില്ല. സന്ദർശിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നടത്തിയ പിരിച്ചുവിടൽ കാലാവസ്ഥാ വിഭാഗങ്ങളുടെ പ്രവർത്തനങ്ങളെയും പ്രളയ മുന്നറിയിപ്പിനെയും ബാധിച്ചിട്ടുണ്ട് എന്നുള്ള വിമർശനങ്ങളും ഉയരുന്നുണ്ട്. ഏതായാലും ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷമുള്ള വലിയൊരു അപകടമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ വലിയൊരു പ്രകൃതി ക്ഷോഭമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഭരണകൂടത്തിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട്. പ്രകൃതി ദുരന്തങ്ങൾ അതാത് സംസ്ഥാനങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന ട്രംപിന്റെ നയത്തിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. എല്ലാവർക്കും അറിയാം, ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് അദ്ദേഹം നിലവിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളിലും നിരവധി ആളുകൾ ഇത്തരത്തിൽ ഈ ഒരു വകുപ്പിൽ, കാലാവസ്ഥാ വകുപ്പിൽ ജോലി ചെയ്യുന്ന പലരെയും പിരിച്ചുവിടൽ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് ജനങ്ങൾക്ക് നൽകാനായിട്ട് സാധിച്ചില്ല എന്നുള്ള വിമർശനമാണ് അവിടുത്തെ പ്രദേശവാസികളും ജനങ്ങളും ഉന്നയിക്കുന്നത്. എന്നാൽ ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത ദുരന്തമാണ് ഉണ്ടായതെന്നാണ് അദ്ദേഹം പറയുന്നത്. ആദ്യ 3 മണിക്കൂർ കൊണ്ട് സൗത്ത് സെൻട്രൽ ടെക്സസിൽ പലയിടത്തും പെയ്തത് 254 മില്ലിമീറ്റർ മഴയാണ്. ടെക്സസിലെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രം കൂടി ആയിട്ടുള്ള പ്രദേശത്താണ് ദുരന്തം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടെ മരണസംഖ്യ ഉയർന്നതും. അതേസമയം പ്രദേശത്ത് പ്രളയ മുന്നറിയിപ്പ് സംവിധാനം ഇല്ലായിരുന്നെന്നും പ്രാദേശിക ഭരണകൂടം ആരോപണം ഉന്നയിച്ചിരുന്നു. യുഎസിലെ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കുന്ന ജൂലൈ 4-നാണ് ദുരന്തം പ്രളയത്തിന്റെ രൂപത്തിൽ എത്തിയിരിക്കുന്നത്. ടെക്സസിലെ മിന്നൽ പ്രളയത്തിൽ 2 മിനിറ്റിനുള്ളിൽ അപ്രതീക്ഷിതമായത് ലാനോ നദിക്ക് കുറുകെയുള്ള ഒരു പാലമാണ്. അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സെൻട്രൽ ടെക്സസിലെ ലാനോ നദിക്ക് കുറുകെയുള്ള ഒരു വലിയ പാലം നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുന്ന ഒരു കാഴ്ച, അതായത് ഒരു ടൈം ലാപ്സ് വീഡിയോ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട്. വളരെ വലിയൊരു പാലമാണ്. അതാണ് വെറും കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ അത് പ്രളയം വന്നത് അപ്രത്യക്ഷമാകുന്നത്. അതിൽ നിന്ന് തന്നെ, ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകും എത്രത്തോളം ആഴത്തിലുള്ള അപകടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഒരു പ്രദേശത്തെ ഒന്നടങ്കം വിഴുങ്ങിയ പ്രളയത്തിന്റെ ഭീകരത വെളിപ്പെടുത്തുകയാണ് ഈ ഒരു വീഡിയോ. വെള്ളിയാഴ്ച അർദ്ധരാത്രിയോടെയാണ് കനത്ത മഴ അവിടെ തുടങ്ങിയത്. ഉടൻ തന്നെ ജലനിരപ്പ് ഉയരുകയായിരുന്നു. 26 അടി ഉയരത്തിലെത്തിയതാണ് അവിടെ പ്രളയത്തിനും ഇടയാക്കിയത്. കെർ കൗണ്ടിയുടെ വടക്ക് കിഴക്കായി 95 മൈൽ അകലെയുള്ള കിങ്സ് ലാൻഡിൽ നിന്നാണ് ലാനോ നദിയിലെ പാലം ഇല്ലാതാകുന്നതിന്റെ വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. പ്രളയത്തിൽ കെർ കൗണ്ടിയിലെ ഗോഡലൂപ്പ് മാത്രമല്ല, സമീപ പ്രദേശങ്ങളിലെ നദികളും കരകവിഞ്ഞൊഴുകിയതാണ്. വീടുകൾ, വാഹനങ്ങൾ, റോഡുകൾ, പാലങ്ങൾ തുടങ്ങിയ പ്രദേശത്തെ ഒന്നടങ്കം ഇല്ലാതാക്കിയിരിക്കുന്നത്. ഇതിൽ 28ഓളം കുട്ടികളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട്. അല്ലാതെയുള്ള പ്രദേശവാസികളുടെ ജീവനും നഷ്ടമായിട്ടുണ്ട്. 100 കവിഞ്ഞിരിക്കുകയാണ് മരണം. അതിന്റെ ഞെട്ടലാണ് ലോകം മുഴുവൻ.